ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മഹാഭാഗവതത്തിലെ ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിൽ എത്തിച്ചേർന്ന ഭാഗങ്ങളാണ്. യജ്ഞത്തിനു വേണ്ടി തയ്യാറാക്കി വച്ചിരുന്ന ചാപം കൃഷ്ണൻ ഒടിച്ച ഭാഗവുമൊക്കെ നമ്മൾ വളരെ വിശദമായി പറഞ്ഞു. കേൾക്കാത്തവരെല്ലാവരും ആ ഭാഗം കേൾക്കണം. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കംസവധം. അങ്ങനെ നേരം പുലർന്നു. കുംഭമാസത്തിലെ മഹാശിവരാത്രി പുണ്യദിനമായിരുന്നു അന്ന്. അതായത് ശിവരാത്രി ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അനവധി ദുർനിമിത്തങ്ങൾ കംസൻ കാണുകയുണ്ടായി. ഏതു വിധവും ഇന്ന് കൃഷ്ണനെ വധിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി കംസൻ മല്ലന്മാരെ വിളിച്ചിട്ട് പ്രത്യേകം ജാഗ്രതയായി നിന്നുകൊള്ളണം എന്ന് ആജ്ഞാപിച്ചു. കുവലയാപീഠത്തിൻ്റെ ഗജപാലനെയും, അതായത് മദയാനെയാണ് കുവലയാപീഠം, അതിൻ്റെ ആനക്കാരൻ ഗജപാലനെയും വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. കൃഷ്ണൻ മന്മഥപ്രിയനാണ്. എന്നാൽ ശിവനോ മന്മഥ വൈരിയുമാണ്. ആരാണ് മന്മഥൻ? കാമദേവൻ. ഇന്നത്തെ ദിവസം ശിവരാത്രിയാണ്, ശിവൻ്റെ രാത്രിയാണ്, ശിവന് പ്രത്യേകതയുള്ള ദിവസമാണ്. ശിവൻ ആരാണ്? മന്മഥൻ്റെ ശത്രുവാണ്. എന്നാൽ കൃഷ്ണനോ മന്മഥൻ്റെ ബന്ധുവാണ്. അതായത് മന്മഥൻ്റെ വൈരിയുടെ പുണ്യദിവസത്തിൽ മന്മഥൻ്റെ ബന്ധുവിനെ വധിക്കണം, അവൻ മരിക്കണം. ഇങ്ങനെ ആര് തീരുമാനിക്കുന്നു? കംസൻ തീരുമാനിക്കുന്നു. ഈ ദൃശ്യം മനസ്സിൽ കരുതി കംസൻ രാവിലെ തന്നെ യാഗകർമ്മങ്ങൾ ആരംഭിക്കുവാൻ ആജ്ഞാപിച്ചു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരും പ്രഭുജനങ്ങളും യഥായോഗ്യം മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായി. നന്ദഗോപരും മറ്റുള്ള ഗോപന്മാർക്കും മുൻനിരയിലുള്ള മഞ്ചങ്ങളിൽ സ്ഥാനം നൽകി. അക്രൂരൻ തുടങ്ങിയ പ്രമാണികളും യഥാസ്ഥാനങ്ങളിൽ വന്നിരുന്നു. മഹിളാമണികൾ മനോഹരങ്ങളായ ഹർമ്മ്യ മന്ദിരങ്ങളുടെ മട്ടുപ്പാവുകളിൽ വന്നു നിരന്നു. നഗരവാസികളാൽ യാഗശാല നിബിഡമായി. അവിടെ സന്നിഹിതരായിട്ടുള്ള സർവ്വജനങ്ങൾക്കും കാണത്തക്കവണ്ണം ഉന്നതമായ രാജകൊട്ടാരത്തിൻ്റെ മണിമാളികയുടെ മട്ടുപ്പാവിൽ ആരിയ്ക്കുകയാണ്? കംസൻ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇരിക്കുന്നത്? ഭൃത്യന്മാരാൽ അകമ്പടി സേവിച്ചിരിക്കുന്നു. ഭൃത്യന്മാർ ആലവട്ടവും വെഞ്ചാമരവും കൊണ്ട് വീശുന്നു. വെൺകൊറ്റക്കൊടകളൊക്കെ പിടിച്ചിട്ടുണ്ട്, ചൂടിയിട്ടുണ്ട്. ഒരു മഹാരാജാവിന് ചേരുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് കംസൻ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ കംസൻ ആ മണിമാളികയുടെ മുകളിൽ ഇരിക്കുകയാണ്. കംസപിതാവായ ഉഗ്രസേനൻ, അദ്ദേഹത്തിൻ്റെ ഭ്രാതാവായ ദേവകൻ, അതായത് ദേവകിയുടെ അച്ഛൻ, വസുദേവതാതനായ ശൂരസേനൻ, വസുദേവൻ്റെ പിതാവായ ശൂരസേനൻ, ഭക്തോത്തമനായ ഉദ്ധവർ തുടങ്ങിയ യാദവ ഗുരുഭൂതന്മാരെ ആരെ തന്നെയും ആ സദസ്സിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നില്ല. അവർ തൻ്റെ ശത്രുക്കളാണ് എന്നാണ് കംസൻ്റെ വിശ്വാസം. മല്ലയുദ്ധത്തിന് സമയമായി.
മേളവാദ്യങ്ങളും ജയഘോഷങ്ങളും ആർപ്പുവിളികളും മുഴങ്ങി. ബലശാലികളും ഭീമകായന്മാരുമായ മുഷ്ടികൻ, ചാണൂരൻ, കുടൻ, ശലൻ, തോശലൻ എന്ന 5 മല്ലവീരന്മാർ ഉടുത്തൊരുങ്ങി ചമഞ്ഞ് രംഗപ്രവേശം ചെയ്തു. എന്നിട്ടവർ കംസനെ നമസ്കരിച്ചു. ആരവങ്ങളെല്ലാം കേട്ട് കൃഷ്ണനും രാമനും 4-5 ബാലന്മാരോടും കൂടി മല്ലയുദ്ധം കാണുവാൻ പുറപ്പെട്ടു. യജ്ഞശാലയുടെ പുരോഭാഗത്ത് മാർഗമധ്യേ ഒരു മദയാന നിൽക്കുന്നത് കണ്ട് മാധവൻ ആനക്കാരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഹേ ആനക്കാര, ആനയെ വഴിമധ്യത്തിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തൂ, ഞങ്ങളൊന്നകത്തേക്ക് പോകട്ടെ. കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുന്നു എന്നാർക്കു മനസ്സിലായി? ആനപ്പാപ്പാന് മനസ്സിലായി. അങ്ങനെ ആനപ്പാപ്പാൻ ഉടൻ തന്നെ ആനയോട് ആംഗ്യം കാണിച്ചു. എന്താണ് ആംഗ്യം കാണിച്ചത്? കുത്തിക്കൊല്ലുക. ഉടനെ തന്നെ ആ ആന മസ്തകവും കുലുക്കി അലറിക്കൊണ്ട് മാധവൻ്റെ നേർക്ക് അടുത്തു. ആന മതിച്ചു പായുന്നത് കണ്ട് ആളുകൾ 4 വശത്തേക്കും ചിതറിയോടി. ആ മദയാന മുമ്പോട്ടടുത്ത് ഭഗവാനെ കടന്നു പിടിച്ചു. തൻ്റെ കൊച്ചു കൈകൊണ്ട് ആനയുടെ മസ്തകത്തിന്മേൽ ഒരടി കൃഷ്ണൻ കൊടുക്കുകയാണ്. കാലുകളുടെ ഇടയിൽ കൂടി നൂണ്ടു ചെന്ന് കൃഷ്ണൻ അവൻ്റെ വാലിന്മേൽ കടന്നു പിടിച്ച് പുറകോട്ട് വലിച്ചു. ഉടനെ ആന ക്രുദ്ധനായി അലറിക്കൊണ്ട് ഭഗവാനെ തട്ടി നിലത്തിട്ട് കൊമ്പുകൾ കൊണ്ട് കുത്തുവാൻ തുടങ്ങി. കുത്തു ശരീരത്തിൽ കൊള്ളാതെ ഭഗവാൻ ഉരുണ്ടുരുണ്ട് മാറിക്കൊണ്ടിരുന്നു. ആകെ വലിയ ബഹളം. ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് കേശാദിപാദം വിറച്ച് ഹസ്തം കൊണ്ട് ആ ആനയുടെ മസ്തകത്തിന്മേൽ തുരുതുരെ ഉഗ്രമായി ഇടിച്ചു. ഭഗവാന്റെ ഇടികൊണ്ട് ആന തളർന്നു. പണ്ടങ്ങൾ കലങ്ങി, മലമൂത്രങ്ങൾ വിസർജിച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് കൊമ്പ് കുത്തി ആ ആന താഴേക്കിരുന്നപ്പോൾ ആ കൊമ്പ് രണ്ടും ആര് പറിച്ചെടുത്തു? പീതാംബരൻ പറിച്ചെടുത്തു. അതോടുകൂടി കൊമ്പനാനയായ കൊലക്കൊമ്പനായ കുവലയാപീഠം എന്ന ആന കാലപുരിയെ പ്രാപിച്ചു. തന്നെ കുത്താൻ നിയോഗിച്ച ആനക്കാരനെ ആ കൊമ്പുകൊണ്ട് അടിച്ച് കണ്ണൻ കൊന്നു. അതിനുശേഷം ജ്യേഷ്ഠനും അനുജനും ഓരോ കൊമ്പുമെടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരോടും കൂടി നേരെ മല്ലയുദ്ധ രംഗത്തിലേക്ക് ചെന്നു. അപ്പോൾ സുന്ദരികൾ കാമനെയും പാപികൾ കാലനെയും യദുക്കൾ വംശരക്ഷകനെയും ഭക്തന്മാർ മുക്തിപ്രദനെയും കംസൻ അന്തകനെയും കാലസ്വരൂപനായ നീലക്കാർ വർണ്ണനിൽ കണ്ടു. അതായത് ഓരോരുത്തർക്കും ചേരുന്ന രീതിയിൽ അവർ ഭഗവാനെ കണ്ടു എന്ന് അർത്ഥം. ആദിത്യ ചന്ദ്രന്മാരെ പോലെ തേജസ്വികളായി പ്രകാശിക്കുന്ന രാമകൃഷ്ണ കുമാരന്മാരെ കണ്ടപ്പോൾ മല്ലന്മാരും ഭയന്നു. അറിഞ്ഞോ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന വസുദേവരുടെ പുത്രനാണ് ആ കൊച്ച് ഉണ്ണികൃഷ്ണൻ, ദേവകീദേവി പെറ്റ 8ാമത്തെ പുത്രൻ. എന്തൊരു കോമളനാണ് എന്നു നോക്കൂ. ആ പീലി തിരുമുടിയും കായാമ്പൂ നിറവും മഞ്ഞ പട്ടുടയാടയും, ഹായ് എന്തൊരു ഭംഗി! പാവം, ഇതുവരെയും കംസനെ പേടിച്ചു ഗോകുലത്തിൽ നന്ദഗോപരുടെ മകനായി വളരുകയായിരുന്നു. കഷ്ടിച്ചു 10 വയസ്സു മാത്രം പ്രായമുള്ള ഒരുണ്ണിയാണത്.
കണ്ടില്ലേ അവൻ്റെ ചുണയും സാമർഥ്യവും. പൂതന, തൃണാവർത്തൻ, ശകടൻ, അഖൻ, ധേനുകൻ, ബഗൻ തുടങ്ങിയ കംസന്റെ സകല ശിങ്കിടിമാരെയും അവൻ കൊന്നുകളഞ്ഞില്ലേ? നമ്മുടെ യദുവംശത്തിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു പുണ്യസന്തതിയുണ്ടായി. ഇന്ന് ഈ മല്ലന്മാരെയും കംസനെയുമെല്ലാം നമ്മുടെ കുഞ്ഞ് കൊല്ലും, സംശയമില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ശിവരാത്രി ഉത്സവം ഒന്നുമല്ല, യാഗവുമല്ല. ഇന്ന് നമ്മുടെ ഉത്സവമാണ് നടക്കാൻ പോകുന്നത്, യദുവംശ മഹോത്സവം. ഇങ്ങനെ അവിടെ കൂടിയിരുന്ന യാദവന്മാർ പരസ്പരം ആഹ്ലാദത്തോടു കൂടി മന്ത്രിച്ചു. കൃഷ്ണനെ കാണാത്തവർ കണ്ട് കൺകുളിർക്കെ ആനന്ദിച്ചു. അപ്പോൾ കംസന്റെ ദൂതൻ വന്ന് അറിയിച്ചതനുസരിച്ച് മല്ലന്മാർ രാമകൃഷ്ണന്മാരെ യുദ്ധത്തിന് ക്ഷണിച്ചു. രാമനുമായി മുഷ്ടികനും കൃഷ്ണനുമായി ചാണൂരനുമാണ് മല്ലയുദ്ധം തുടങ്ങിയത്. മുഷ്ടിപ്രഹരത്തിൻ്റെ ശബ്ദം വളരെ അകലത്തിൽ തന്നെ കേൾക്കാമായിരുന്നു. അത്ര ഉഗ്രമായിരുന്നു ആ മല്ലയുദ്ധം. കാരിരുമ്പു ശരീരന്മാരും വീരന്മാരുമായ ആ ഘോര മല്ലന്മാരെ കൊണ്ട് മനോഹരങ്ങളായ ശരീരമുള്ള ആ കൊച്ചു കുഞ്ഞുങ്ങൾ സമരം ചെയ്യുന്നത് കാണുന്നത് തന്നെ എന്തൊരു കഷ്ടം എന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു. അധർമ്മമായ ഈ കൃത്യം കാണുന്നത് തന്നെ പാപമാണ് എന്ന ചിന്തയും അവിടെ എല്ലാവർക്കും ഉണ്ടായി. അവർ കംസനെ കുറ്റപ്പെടുത്തി. രാമൻ്റെ ബലമേറിയ പ്രഹരങ്ങളേറ്റ് മുഷ്ടികൻ്റെ സന്ധികൾ തകർന്നു. കൃഷ്ണൻ്റെ തീക്ഷണമായ മർദ്ദനങ്ങളേറ്റ് ചാണൂരനും തളർന്നു. ചാണൂരൻ്റെ നവദ്വാരങ്ങളും തുറന്ന് രക്തം പ്രവഹിക്കുവാൻ തുടങ്ങി. ശരീരം ഇടിയേറ്റ് ചമ്മന്തി പോലെ ചതഞ്ഞരഞ്ഞു. പ്രാണവേദനയോടുകൂടി ചാണൂരൻ മരണവിളി വിളിച്ചു. അവൻ്റെ വിജയാഹ്ലാദ ധ്വനിയാണെന്ന് തെറ്റിദ്ധരിച്ച് കംസൻ അവന് സമ്മാനിക്കുവാൻ തൻ്റെ പട്ടാമ്പരമെടുത്ത് മാറ്റിവെച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ നിലവിളിക്കുകയായിരുന്നു. അവശനായി നിലംപതിച്ച ചാണൂരനെ പ്രാണൻ വെടിയും മുമ്പ് ഭഗവാൻ അവൻ്റെ കാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് തലയ്ക്ക് മീതെ പൊക്കി വട്ടം ചുഴറ്റി വീശി നിലത്തടിച്ചു. അതോടുകൂടി അവൻ നുറുങ്ങിപ്പോയി. അതോടൊപ്പം അവൻ്റെ ജീവനും പറന്ന് പ്രേതലോകം പോയി. സന്ധിബന്ധങ്ങൾ തകർന്നു നിലത്തു കിടന്ന് ഞെരങ്ങിക്കൊണ്ടിരുന്ന മുഷ്ടികനെ രാമൻ കാലുകൊണ്ടൊന്നു തട്ടി കാലപുരിക്ക് അയച്ചു. മുഷ്ടിക ചാണൂരന്മാരുടെ മരണം കണ്ട് തോഷലൻ എന്ന മല്ലൻ മുമ്പോട്ടടുത്ത് അവനെ കൃഷ്ണൻ നിഷ്പ്രയാസം രണ്ടായി വലിച്ചു കീറി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ 3 മല്ലന്മാരും രാമകൃഷ്ണന്മാരുടെ മർദ്ദനമേറ്റ് മരണമടഞ്ഞു. അതുകണ്ട് ഭയപ്പെട്ട് മറ്റു മല്ലന്മാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പർവ്വത തുല്യ ശരീരികളായ മല്ലന്മാരും യൗവനം പോലുമാകാത്ത ബാലന്മാരും തമ്മിൽ നടന്ന മല്ലയുദ്ധം കണ്ട് കാണികൾ ഉച്ചത്തിൽ വിജയാഘോഷം മുഴക്കി. മല്ലന്മാരുടെ മരണവും ജനങ്ങളുടെ ഉല്ലാസവും കണ്ട് കംസൻ സർവമേളവാദ്യങ്ങളും അവസാനിപ്പിക്കുവാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം മന്ത്രിമാരെ വിളിച്ചു ഇങ്ങനെ കൽപ്പിച്ചു: നമ്മുടെ സൈന്യം ഉടനെ ഇവിടെ നിരക്കട്ടെ. നിന്ദിതന്മാരായ രാമകൃഷ്ണന്മാർ ഇവിടെ നിന്നും ഓടിപ്പോകുവാൻ അനുവദിക്കാതെ അവരെ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് പൂട്ടുക. വധിക്കാമെങ്കിൽ വധിച്ചുകൊള്ളുക. അവരെ വധിക്കുന്നവർക്ക് നാം പ്രത്യേകം സമ്മാനം നൽകുന്നതായിരിക്കും. ഗോകുലത്തിലെ സർവ്വസ്വത്തുക്കളും ഉടൻ കണ്ടുകെട്ടി രാജധനമാക്കി തീർക്കുക.
അവിടുത്തെ നിവാസികളെ ഒന്നടങ്കം ആട്ടിയോടിക്കുക. നന്ദഗോപൻ എന്ന ചണ്ടാളനെയും അവൻ്റെ കൂടെ വന്ന ഗോപാലന്മാരെയും ഇപ്പോൾ തന്നെ ചങ്ങലയിട്ട് പൂട്ടി ബന്ധനത്തിലാക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദുർബുദ്ധിയായ വസുദേവന്റെ കഴുത്തറത്ത് ആ തല നമ്മുടെ മുമ്പിൽ ഉടൻ തന്നെ ഹാജരാക്കുക. പിതാവായ ഉഗ്രസേനനെ ഈ നിമിഷം തന്നെ കാളിന്തിയിൽ കെട്ടിത്താഴ്ത്തുക. അവൻ നമ്മുടെ പിതാവല്ല, ശത്രുവാണ്. വേഗം പോയി രാജകൽപ്പന നടപ്പിലാക്കുക. ദാക്ഷിണ്യം ആരോടും വേണ്ട. ഇങ്ങനെ കംസൻ കൽപ്പിക്കുകയാണ്. എന്തൊരു ദുഷ്ടനാണ് അല്ലേ? അത് കേട്ട് കൃഷ്ണൻ കോപത്തോടുകൂടി താഴെ നിന്നും മാളിക മുകളിലേക്ക് ചാടിക്കയറി. പക്ഷീന്ദ്രൻ പർവ്വത മുകളിലേക്ക് പറക്കുന്നത് പോലെ കണ്ണനെ കണ്ട് കംസൻ മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് സമീപത്തിരുന്ന വാളെടുത്ത് വെട്ടാനോങ്ങി. ആ സമയം ജഗന്മയൻ പെട്ടെന്ന് വാള് തട്ടിത്തെറിപ്പിച്ച് ആ ദുഷ്ടന്റെ തലമുടി കൂട്ടിപ്പിടിച്ച് വലിച്ചിഴച്ച് ഊക്കോട് തള്ളി താഴേക്കിട്ടു. രാജാവ് അവിടെ നിന്നും പിടഞ്ഞെഴുന്നേൽക്കുന്നതിനു മുമ്പ് തന്നെ ഭഗവാൻ അവൻ്റെ മാറിൽ ചാടി വീണ് ആ വക്ഷസിൽ ഇരുന്നു കൊണ്ട് ആ ദുഷ്ടന്റെ കഴുത്ത് കുത്തിപ്പിടിച്ചു ഞെക്കി ശ്വാസം മുട്ടിച്ചു. അപ്പോഴേക്കും കംസൻ മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ്റെ പാദങ്ങളിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയുലച്ച് വലിച്ചിഴച്ചു. ഒരു പൂവിറക്കുന്ന ലാഘവത്തോടുകൂടി ഭഗവാൻ കംസനെ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. വേട്ടാളനെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കീടം ഒടുവിൽ വേട്ടാളനായി തീരുന്നത് പോലെ കൃഷ്ണനെ തന്നെ ഏതു സമയവും ഭയത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരുന്ന കംസനും ഒടുവിൽ കൃഷ്ണ സായുജ്യം ലഭിച്ച് സൽഗതി അടഞ്ഞു. പരമാത്മാ ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ മാറിൽ കണ്ടുകൊണ്ടാണ് കംസൻ അവസാനത്തെ പ്രാണവായു വലിച്ചത്. അതും അവൻ്റെ സൽഗതിക്ക് ഒരു കാരണമായി തീർന്നു. ഭയം കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും വെറുപ്പ് കൊണ്ടായാലും സദാ ഭഗവാനെ മനസ്സിൽ നിരൂപിക്കുന്നവർക്ക് സായുജ്യം ലഭിക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് കംസന്റെ സായുജ്യ പ്രാപ്തി. ഭോജരാജൻ വധിക്കപ്പെട്ടതറിഞ്ഞ് അവൻ്റെ അനുജന്മാർ കോപത്തോടുകൂടി വൈരാഗ്യത്തോടുകൂടി ശത്രുവിനെ കൊല്ലുന്നതിനു വേണ്ടി ആയുധങ്ങളുമേന്തി അവിടെ യുദ്ധത്തിനായി എത്തിച്ചേർന്നു. കംസന്റെ അനുജന്മാരായ 8 പേരെയും ക്ഷണനേരം കൊണ്ട് രാമൻ കൊന്നൊടുക്കി. അനുയായികൾ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തു. കംസനും അനിയന്മാരും മരിച്ചതറിഞ്ഞ് അന്തഃപുരത്തിലാകെ ബഹളമായി. അവരുടെ പത്നിമാരും ദാസിമാരും എല്ലാവരും തന്നെ മറ്റ് അന്തഃപുര സ്ത്രീകളും മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. കൃഷ്ണൻ അവരെ ആശ്വസിപ്പിച്ചതിനു ശേഷം ജ്യേഷ്ഠനും ഒരുമിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന മാതാപിതാക്കളെ കാണുന്നതിനായി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ആ കാരാഗ്രഹത്തിൽ അവർ ഇരുമ്പു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അവതാര പുരുഷനാണെങ്കിലും കമലനേത്രൻ്റെ കരളലിഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞു. എൻ്റെ വന്ധ്യജനനി, 9.5 വർഷത്തിനിപ്പുറം ഒരു ശ്രാവണമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ പാതിരാത്രിയിൽ കാരാഗ്രഹത്തിൽ വെച്ച് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അച്ഛൻ, 2 പേരും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് അന്നും കാരാഗ്രഹത്തിൽ ഇന്നും കാരാഗ്രഹത്തിൽ. ജനിച്ചതിനു ശേഷം എൻ്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു തുള്ളി മുലപ്പാല് പോലും എനിക്ക് തന്ന് ലാളിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിട്ടില്ല. ആ പാപിയായ കംസൻ
അവനാണ് അതിനു കാരണക്കാരൻ. അവനു സൽഗതി കൊടുക്കുവാൻ പാടില്ലാത്തതാണ് എങ്കിലും എന്നെ സദാ സ്മരിച്ചുകൊണ്ട് മരിച്ചതിനാൽ അവന് അതു കിട്ടി. ഈ വിധം കൃഷ്ണൻ തൻ്റെ അവതാര രഹസ്യത്തെ മറന്ന് മനുഷ്യഭാവത്തിൽ ഭാവന ചെയ്തുകൊണ്ട് രാമനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ആ കിടക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. നാം മൂലം അവർ ഈ ദുഃഖം അനുഭവിക്കുന്നു. അച്ഛൻ എന്ന് അമ്മയെ വിവാഹം കഴിച്ചുവോ അന്നു തുടങ്ങി ഈ യാതനകൾ. ഇനിയും അവരെ വേദന തീറ്റുന്നത് നമുക്ക് ധർമ്മമല്ല. നിരാമയനായ കൃഷ്ണൻ നിറഞ്ഞ രോഷത്തോടുകൂടി മുമ്പോട്ട് ചെന്നു. കാവൽക്കാർ പേടിച്ചു മാറി നിന്നു. കാണികളും ഒട്ടനവധി ചുറ്റും വന്നുകൂടി. ഭഗവാൻ തൻ്റെ തൃക്കാലുകൊണ്ട് ആ കാരാഗൃഹത്തിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടന്നു. പുറകെ രാമനും. രണ്ടുപേരും മാതാപിതാക്കളുടെ പാദങ്ങളിൽ മാറി മാറി നമസ്കരിച്ച് അവയെ അശ്രുക്കൾ കൊണ്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം അവരെ ബന്ധിച്ചിരുന്ന ഇരുമ്പു ചങ്ങല വലിച്ചു പൊട്ടിച്ച് എൻ്റെ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ദേവകിയെ ഗാഢമായി ആശ്ലേഷിച്ചു. അപ്പോഴേക്കും മായ ദേവകി വസുദേവന്മാരെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. ആ മാതാവ് മക്കൾ രണ്ടുപേരെയും മടിയിൽ പിടിച്ചിരുത്തി ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് എത്രയെത്ര ചുടുചുംബനങ്ങൾ നൽകി എന്നതിന് കണക്കില്ല. അതുപോലെ വസുദേവരും അമ്മയെയും അച്ഛനെയും നടുവിൽ നിർത്തി അങ്ങനെ പിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാമകൃഷ്ണന്മാർ പുറത്തേക്ക് വന്നു. മധുരാപുര നിവാസികൾ ആ പുണ്യ കാഴ്ച കണ്ട് സന്തോഷിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അമ്മയുടെ ശരീരത്തിലെ പൊടിയും വിയർപ്പും ഭഗവാൻ തൻ്റെ പീതാംബര തുമ്പുകൊണ്ട് തുടച്ചു. അച്ഛൻ്റെ ശരീരത്തെ രാമനും തൻ്റെ വസ്ത്രം കൊണ്ട് തുടച്ചു. കൃഷ്ണൻ കംസന്റെ പിതാവായ ഉഗ്രസേനനെയും കാരാഗൃഹത്തിൽ നിന്നും ഉടൻ മോചിപ്പിച്ച് അവിടേക്ക് ആനയിച്ചു. ആ വൃദ്ധനും രാമകൃഷ്ണന്മാർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി. പിന്നീട് കംസന്റെ സംസ്കാരാദി ചരമക്രിയകൾ ഉഗ്രസേനന്റെ മേൽനോട്ടത്തിൽ വേണ്ട വിധം വേദമൂർത്തിയായ കൃഷ്ണൻ നിർവഹിപ്പിച്ചു. മധുരാപുരി മന്നവനായിരുന്നത് ഉഗ്രസേനനായിരുന്നു. പുത്രനായ കംസൻ അദ്ദേഹത്തെ ഭ്രഷ്ടനാക്കി രാജ അധികാരം കൈയടക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ ആ കശ്മലൻ കാരാഗൃഹത്തിലും ഇട്ടടച്ചു. കൃഷ്ണൻ വീണ്ടും ഉഗ്രസേനനെ തന്നെ മധുരാപുരിയുടെ മഹാരാജാവായി ആചാരവിധിപ്രകാരം അഭിഷേകം ചെയ്യിപ്പിച്ചു. ആ അഭിഷേക മഹോത്സവം നടന്ന ആ മഹാസദസ്സിൽ വെച്ച് കൃഷ്ണൻ ഒരു വിളംബരം ചെയ്തു. നമ്മുടെ പൂർവിക പിതാവായ യയാതി യദുവംശത്തിന് രാജത്വം നിഷേധിച്ചു. എങ്കിലും മഹാനായ കാർത്തവീരാർജുനൻ ഉത്കൃഷ്ടനായ ഒരു മഹാരാജാവായി വിരാജിച്ചു. എന്നാലും യയാതിയുടെ കൽപ്പന ഫലത്തിൽ കുറഞ്ഞു വന്നിരുന്നില്ല. അതിനാൽ ഇതാ ഞാനായിട്ട് നമ്മുടെ യദുവംശത്തിന് രാജത്വം അനുവദിച്ചിരിക്കുന്നു. കേവലം ഒരു ബാലൻ്റെ കൽപ്പനയായിരുന്നു എങ്കിലും ജനങ്ങളത് ഭക്തിപൂർവം അനുസരിച്ചു. കൃഷ്ണനെ ഒരു ബാലനായിട്ട് അവർക്കപ്പോൾ തോന്നിയില്ല. ഉഗ്രപ്രതാപശാലിയായ ഒരു സാമ്രാട്ടിനെ എന്നതുപോലെയായിരുന്നു ആ ബാലഗോപാലനെ ആളുകൾ കണ്ടത്. കംസന്റെ ദുഷ്ടമന്ത്രിമാരും അന്തേവാസികളായിരുന്ന അനുചരന്മാരും കൃഷ്ണനെ കണ്ട് ഭയപ്പെട്ട് മഗധ രാജ്യത്തിൽ പോയി താമസിച്ചു. മഗധ രാജ്യത്തിൽ ആരായിരുന്നു രാജാവ്? കംസന്റെ ശശ്വരനായ ജരാസന്ധനായിരുന്നു അവിടുത്തെ രാജാവ്. മഗധയിലെ ജരാസന്ധൻ ശേഷിച്ച മന്ത്രിമാരെയും സേനാപതികളെയും ഉദ്ധവർ, സാത്യകി,
കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയ യാദവ പ്രമാണികളെയും വിളിച്ചു വരുത്തി വിശ്വംഭരൻ ഇപ്രകാരം അരുളി ചെയ്തു: ഇന്നു മുതൽ നമ്മുടെ രാജാവ് ഉഗ്രസേനനാണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ നിങ്ങൾ അനുസരിക്കുക. കംസൻ ചെയ്തതുപോലെയുള്ള യാതൊരു അധർമ്മങ്ങളും ഈ നാട്ടിൽ ഇനിമേലാൽ നടക്കാൻ പാടുള്ളതല്ല. കൃഷ്ണന്റെ ഇപ്രകാരമുള്ള ആജ്ഞയെ സർവജനങ്ങളും സ്വാഗതം ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. അന്നു രാത്രി സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീഹരി ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മയുടെ അരികിൽ ചെന്നിരുന്ന് അമ്മയുടെ ശരീരം തടവി ആനന്ദിപ്പിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് ദേവകിയുടെ മുലകൾ ചുരത്തി പാൽ ഇറ്റിറ്റു താഴെ വീഴുന്നത് കണ്ട് കണ്ണൻ അത് കയ്യിൽ വാങ്ങി അമൃതം പോലെ പാനം ചെയ്ത് പുളകമണിഞ്ഞു. അമ്മേ, ഇന്നു ഞാൻ ധന്യനായി തീർന്നിരിക്കുന്നു. പെറ്റമ്മയുടെ മുലപ്പാൽ ഞാൻ ഇന്ന് കുടിച്ചു. എനിക്ക് വേണ്ടി അമ്മയുടെ സ്തനങ്ങൾ ഇന്നു ചുരത്തി. മാതാപിതാക്കളെ രക്ഷിക്കാത്തവൻ പാപിയാണ്. അവൻ്റെ ശരീരം ശവത്തിനു തുല്യമാണ്. ആ പുത്രധർമ്മമൊന്നും ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മകൻ അമ്മയെ ആശ്ലേഷിച്ചു. എല്ലാം ഒരു വിധിയാണ് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കണ്ണുനീർ വാർത്തു. കംസനെ പേടിച്ച് അന്യരാജ്യങ്ങളിൽ പോയി താമസിച്ചു കൊണ്ടിരുന്ന എല്ലാ യാദവന്മാരെയും തിരിച്ചു വിളിച്ച് മധുരയിൽ പാർപ്പിച്ച് അവർക്ക് വേണ്ട സമ്പത്തും വിഭവങ്ങളും ഉഗ്രസേന മഹാരാജാവിനെ കൊണ്ട് തന്നെ സാക്ഷാൽ കാർമുകിൽ വർണ്ണൻ കൊടുപ്പിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് കംസവധം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൻ്റെ അടുത്ത അധ്യായം കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. എന്താണത്? നന്ദഗോപര് മനസ്സിലാക്കുന്നു ഇത് യശോദ പ്രസവിച്ച തൻ്റെ കുഞ്ഞല്ല എന്ന്. നന്ദഗോപരുടെ വേർപാട് സഹിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരായി ജനിച്ച ഒരാൾക്ക് പോലും ആ കാഴ്ച സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഭാഗമാണ് നമ്മൾ അടുത്ത ദിവസം പറയാൻ പോകുന്നത്. ആ ഭാഗത്തിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നാമം ജപിക്കുക. നാമജപം ജീവിതത്തിൻ്റെ ശീലമാക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.